ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും എസ് എ ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് തുടങ്ങല്ലേ. ഇന്നത്തെ നമ്മുടെ ഐറ്റം കണ്ടില്ലേ എങ്ങനെയുണ്ട്? അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് അറിയണ്ടേ. അതിന് മുന്നേ എല്ലാവരും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടും സബ്സ്ക്രൈബൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് മുന്നോട്ട് പോകാനുള്ളൊരു പ്രചോദനം എന്നൊക്കെ പറയില്ല, അത് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ കലാപരിപാടി. അതിന് ആദ്യം നമുക്ക് വേണ്ടത് ഒരു കാർഡ്ബോർഡാണ്. കാർഡ്ബോർഡിൽ ഈ ഷേപ്പ് വെട്ടിയെടുക്കുക, 2 വട്ടം വരയ്ക്കുക. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു പോട്ടിൻ്റെ ഷേപ്പും ഒരു ബലൂൺ ഷേപ്പും എടുത്തിട്ട് അത് കട്ട് ചെയ്തെടുക്കാം. എന്നതിന് ശേഷം നമ്മളിതിൽ ബ്ലാക്ക് കളർ കൊണ്ട് ഫില്ല് ചെയ്യാൻ പോവാണ് കേട്ടോ. നല്ലപോലെ ഫില്ല് ചെയ്തെടുക്കണം. ഇത് ഇത്തിരി മെനക്കെട്ട പരിപാടിയാണ് കേട്ടോ. ഇത് മൊത്തം ഇങ്ങനെ അടിച്ചുണ്ടാക്കണം. എനിക്ക് മൊത്തത്തിൽ പെയിൻറ്റിങ് അത്ര ഇഷ്ടമല്ല, കാരണം വരയ്ക്കറിയില്ല, അതാണ് സത്യം. എങ്കിലും ഞാനൊരു വിധത്തിലൊക്കെ ഇരുന്ന് അങ്ങനെ ഇത് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് എന്താ പറയുക ക്ഷമ വേണം. ക്ഷമ ആർട്ടിസ്റ്റ് സൂപ്പിൻ്റെ ഫലം ചെയ്യുന്നതാണല്ലോ. പ്രത്യേകിച്ച് ഈ ആർട്ട് ക്രാഫ്റ്റ് പരിപാടികൾക്കൊക്കെ ഏറ്റവും കൂടുതൽ വേണ്ട സാധനമാണ് ഈ ക്ഷമ. എനിക്കാണെങ്കിൽ തീരെ ഇല്ലാത്ത സാധനമാണ്. അപ്പോൾ ഞാൻ കിടന്നും ഇരുന്നും അതിനെ മലർത്തി വെച്ചും കമത്തി വെച്ചും എങ്ങനെയൊക്കെയോ അത് മൊത്തത്തിൽ ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആ ബലൂൺ പോർഷനിൽ ആ കളറിൻ്റെ ആവശ്യമില്ല, എന്നാലും അടിച്ചതല്ലേന്ന് വെച്ച് ഞാൻ അതിലും കൂടി അങ്ങ് അടിച്ചെടുക്കുകയാണേ. അപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഫ്ലവേഴ്സാണ് വേണ്ടത്. ഇത് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഫ്ലവർ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇതിൻ്റെ വീഡിയോ ഇടാം കേട്ടോ. അപ്പോൾ ഞാൻ ഇത് കുറേ ആയി ഉണ്ടാക്കി വെച്ചിട്ട് എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന ടൈമിലാണ് ഇങ്ങനൊരു ഐഡിയ വന്നത്. അപ്പോൾ പിന്നെ അത് ഇവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു ഉണ്ടാക്കി. ഇത് വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ. അപ്പോൾ അതിലോരോന്ന് എടുത്തിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ഫെവിക്കോൾ പണ്ടത്തെ പോലെ ഒന്നുമല്ല കേട്ടോ, ഒട്ടാൻ ഭയങ്കര പാടാണ്. എന്നാൽ നമ്മൾ ആവശ്യമില്ലാത്ത സ്ഥലത്ത് എവിടെയെങ്കിലും ഒരു തുള്ളി വീണ് കഴിഞ്ഞാൽ അതവിടെ ഒട്ടിപ്പിടിക്കുകയും ചെയ്യും. അതും വേണമല്ലോ പറയാൻ. അപ്പോൾ ഒരു വിധത്തിൽ ഞാനിങ്ങനെ ഓരോ പൂവായിട്ട് ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്തെടുക്കണം കേട്ടോ. ഇപ്പോൾ മനസ്സിലായില്ലേ എന്തിനാ നമ്മൾ ആ ബലൂൺ പോർഷൻ കൊടുത്തേന്ന്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ കൊടുക്കാം. ഇത് ഞാൻ കുറച്ച് സ്പീഡിൽ കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ. അപ്പോൾ ഇങ്ങനെ ഒട്ടിച്ച് അത് മൊത്തത്തിൽ കവർ ചെയ്ത് കൊടുക്കുക. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഫെവിക്കോളിൻ്റെ ക്വാളിറ്റി കാരണമാണോ എന്തോ കുറച്ച് ടൈം എടുത്ത് ഒട്ടിച്ച് വരാൻ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. ഞാനൊരു വാൾ ഹാങ്ങിങ് എന്നുള്ള രീതിക്കാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പോർഷൻ വേണ്ടേ. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നൂലെടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഈ മാലയൊക്കെ കെട്ടാൻ ഉപയോഗിക്കുന്ന നൂലുണ്ടല്ലോ, അതാണ്. അപ്പോൾ അത് പെട്ടെന്ന് പൊട്ടിപ്പോവും, അതുകൊണ്ടാണ് ഒരു 2-3 ലെയർ എടുത്തത്. അപ്പോൾ ഇങ്ങനെയാണ് കിട്ടിയത്. ഞാൻ എന്നിട്ട് ഇന്ന് മതിയെന്ന് വിചാരിച്ച് ഇങ്ങനെ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് വെച്ചു. അപ്പോൾ നോക്കുമ്പോൾ എവിടെയോ ഒരു അഭംഗി, കുറച്ചുകൂടി ഒന്ന് മോഡിഫൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അതിനെന്ത് ചെയ്യുന്ന ആലോചിച്ചിരിക്കുമ്പോഴാണ് ഞാൻ മുന്നേ വേറെ എന്തോ ക്രാഫ്റ്റിന് വേണ്ടി വാങ്ങി വെച്ച കുറച്ച് തെർമോക്കോളിൻ്റെ ബോൾ ഇരുന്നുണ്ടായിരുന്നു. അത് സെയിം സൈസൊന്നും അല്ല കേട്ടോ, അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടായിരുന്നത്. കുറേ കുഞ്ഞിതുണ്ട്, കുറേ വലുതുണ്ട്, എല്ലാം കൂടി മിക്സഡ് ആയിരുന്നു. അപ്പം എന്നാൽ അതും കൂടി ഇതിൻ്റെ സൈഡിൽ കൂടെ അങ്ങ് ഒട്ടിച്ച് ഒന്നുകൂടി ഭംഗിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതെടുത്തിട്ട് അത് കണ്ടുപിടിക്കാൻ പോകാനൊക്കെ കുറേ നേരം എടുത്തു കേട്ടോ. എവിടെ വെച്ചിരിക്കുന്നതെന്ന് ഓർമ്മ ഉണ്ടായിരുന്നില്ല. അങ്ങനെ അത് കണ്ടുപിടിച്ച് കൊണ്ടുവന്ന് സൈഡിൽ കൂടെ ഇങ്ങനെ ഗ്ലൂ തേച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഓരോന്നായിട്ട്. അതെന്താ വെച്ചാൽ സൈസ് പലതാവുക കാരണേ ചിലപ്പോൾ ഒട്ടിച്ച് വരുമ്പോൾ ഫുള്ള് ചെറുതാവുന്നുണ്ട്, ഫുള്ള് വലുതാവുന്നുണ്ട്. അപ്പോൾ ഞാൻ അങ്ങോട്ട് മിക്സഡ് ആക്കി ഒട്ടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുത്ത് ഓരോന്ന് പെറുക്കി ഒട്ടിക്കും വേണ്ടേ. അങ്ങനെ അതിൻ്റെ ഷേപ്പ് നമ്മൾ കറക്റ്റ് ചെയ്ത് അപ്പം തന്നെ കൊടുക്കണം. കാരണം പെട്ടെന്ന് ഒട്ടുന്നൊരു സാധനമാണ് തെർമോക്കോൾ ബോൾ. അതുപോലെ തന്നെ പെട്ടെന്ന് പറഞ്ഞു പോരും ചെയ്യും കേട്ടോ. ഒട്ടിച്ച സ്പീഡിൽ തന്നെ അതിങ്ങോട്ട് പറഞ്ഞു പോരും ചെയ്യും, കൈയൊക്കെ തട്ടിക്കഴിഞ്ഞാൽ. അതുകൊണ്ട് ശ്രദ്ധിച്ച് ഒട്ടിക്കണം. ഞാനാണെങ്കിൽ മോൻ്റെ കണ്ണ് വെട്ടിച്ചിട്ടാണ് ഈ സാധനമൊക്കെ ചെയ്യുന്നത്. അവനാണെങ്കിൽ ഇങ്ങനത്തെ തെർമോക്കോൾ ബോൾ ഇതൊക്കെ കാണുമ്പോൾ അവർക്കൊരു കൗതുകമല്ലേ, അവർ കളിക്കാൻ വേണ്ടിയിട്ടൊക്കെ എടുത്തിട്ട് പോയി. സാധനമാണെങ്കിൽ ഭയങ്കര വെയിറ്റ് ഉള്ളതാണല്ലോ, തീരെ വെയിറ്റ് ഇല്ലാത്തതാണല്ലോ. അതുകൊണ്ട് അത് കാറ്റത്ത് പെട്ടെന്ന് പറന്ന് പോവുകയും ചെയ്യും. അങ്ങനെ ഞാനിരുന്ന ഹോള് മുഴുവൻ ഇതായിരുന്നു കേട്ടോ. കാറ്റത്ത് പറന്നിട്ടും അവൻ പെറുക്കി എറിഞ്ഞിട്ടും ഈ പരിപാടി കഴിഞ്ഞ് വൃത്തിയാക്കാൻ മാത്രമേ നേരം ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അത് മൊത്തത്തിലൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ ഒരു ലെയറും കൂടി ഒട്ടിച്ചാലോ എന്ന് വിചാരിച്ചു. പിന്നെ വിചാരിച്ചു വെറുതെ എന്തിനാ, അടുത്ത എന്തെങ്കിലും കലാപരിപാടിക്ക് ഇതുപോലെ ആവശ്യം വന്നാലോ. അതുകൊണ്ട് ഞാൻ ഒരു ലെയർ മാത്രമേ ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അത് ഫില്ല് ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഈ പറഞ്ഞ പോലെ ഒരുപാട് ടൈമായി. സത്യം പറഞ്ഞാൽ ഈ ക്രാഫ്റ്റ് വർക്ക് ഉണ്ടല്ലോ, നമ്മൾ വീഡിയോയിലൊക്കെ കാണുമ്പോൾ സിമ്പിളായിട്ടായിരിക്കും, പക്ഷെ അതിന് വേണ്ടി ഇരുന്ന് കഴിഞ്ഞാൽ മെനക്കെട്ട പരിപാടിയായിരിക്കും. പക്ഷെ നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോണ്ടല്ലോ എത്ര ടൈം എടുത്താലും ചെയ്യാൻ ഭയങ്കര രസമായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കേട്ടോ.